കൊണ്ടിരിക്കുന്നത് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചാണ്. അപ്പോൾ നിശ്ചയമായും പിന്നെയും കഴിഞ്ഞ ക്ലാസ്സിൽ സംബന്ധിച്ചവരായി നമുക്ക് ഒരാഴ്ച കാലത്തിന് ശേഷം ആയുസ്സോടും ആരോഗ്യത്തോടും വിവിധ നന്മകളോടും കൂടെ ജീവിച്ചിരുന്ന പിന്നെയും കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ സ്വർഗ്ഗം ചെയ്ത കരുണകൾക്കും കൃപകൾക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. സകലതും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പരമമായ നടത്തിപ്പുമാകുന്നു. നാം ചിന്തിച്ച് നിർത്തിയതായ വിഷയത്തെ തുടർന്ന് വീണ്ടും നമുക്ക് ചിന്തിക്കാം. പഴയ നിയമ വേദഭാഗത്തു നിന്നും മരണത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതായ വാക്യങ്ങൾ വായിച്ച് നമ്മൾ അതേക്കുറിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞ് ചിന്തിച്ചു വരികയായിരുന്നു. യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. സകല ജീവികളുടെയും ജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനാകട്ടെ പക്ഷിമൃഗാദികളാകട്ടെ ഭൂമിയിൽ ജീവനുള്ളതൊക്കെയും അതിന്റെ ജീവന്റെയും മരണത്തിന്റെയും അധികാരി സർവശക്തനായ ദൈവമാണ്. പ്രാണനും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു, ശ്വാസവും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നവനും അതിന് സമയം കുറിക്കുന്നവനും സർവശക്തനായ ദൈവം തന്നെയാകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ജീവൻ എടുക്കാനും നിലനിർത്താനും ദൈവത്തിന് കഴിവുണ്ട്. ശ്വാസം എടുക്കാനും അത് നിലനിർത്താനും ദൈവത്തിന് കഴിവുണ്ട്. ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലും അവന് ശ്വാസമാകുന്നു എന്നും അങ്ങനെ ആ വാക്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. അതുപോലെ ജീവൻ പോകുന്നതിന് പ്രാണൻ പോകുന്നു എന്നും പ്രാണനെ ദൈവം എടുക്കുന്നു എന്നൊക്കെയുമുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എനിക്ക് അതിനേക്കാൾ ഗൗരവമായ കാര്യം ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും ദൈവരാജ്യത്തിന് വേണ്ടി നടത്തപ്പെടേണ്ടതായ എൻ്റെ ദൗത്യ നിർവഹണവുമാണ് എനിക്ക് അതിനേക്കാൾ വലുത്. അതുകൊണ്ട് ജീവനാകട്ടെ മരണമാകട്ടെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നാലും അത് ചെയ്യും, മരിച്ചാലും എൻ്റെ ഡ്യൂട്ടി അത് തന്നെ. എനിക്ക് മരണം ഒരു വിഷയമല്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നതായ വേദവാക്യങ്ങൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കും. അപ്പോ എല്ലാ ജീവനുള്ളതിന്റെ പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അത്യുന്നതനായ ദൈവത്തിന്റെ കൈകളിൽ തന്നെ ആകുന്നു എന്ന് ജനത്തെ ഓർപ്പിച്ച് ഒരു മരണത്തെ കുറിച്ചുള്ളതായ ബോധം പഴയ നിയമ പിതാക്കന്മാരും ഭക്തന്മാരും എപ്പോഴും ആ കാലഘട്ടത്തിലെ ജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിലും ക്രിസ്തീയ സഭകളിലും അതിന്റെ പിതാക്കന്മാരും മരണത്തെ കുറിച്ചുള്ളതായ ആ ചിന്ത എപ്പോഴും ജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബൈബിൾ അത് ചെയ്യുന്നു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചെയ്യുന്നു, ക്രിസ്തീയ സഭകളും അത് ചെയ്യുന്നു. ആ സഭകളിലൊക്കെയും ആദ്യകാല പിതാക്കന്മാരും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യാക്കോബായക്കാരുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ കുർബാന ക്രമത്തിൽ ഒക്കെയും ഞാൻ കണ്ടിട്ടുള്ളതിൽ ആദ്യകാലങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. രണ്ട് വിഷയത്തിൽ അത് എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 4: മരണം, ന്യായവിധി, സ്വർഗം, നരകം. മരിക്കും, നിശ്ചയമാണ്. ന്യായവിധി ഉണ്ടാകും, അത് അതിനേക്കാൾ നിശ്ചയമാണ്.
ഏത് മനുഷ്യനായാലും മരണത്തിനും ന്യായവിധിക്കും ശേഷം ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അതുകൊണ്ട് നിന്റെ കാര്യം എന്താകുമെന്നാണ് ഇപ്പോൾ ഓർക്കാൻ പറഞ്ഞു. അതുപോലെ ഒരു മനുഷ്യന്റെ അവസാന കാര്യങ്ങൾ 4 അങ്ങനെയുള്ളവർ എന്തെങ്കിലും എൻ്റെ ചെറുപ്പത്തിൽ ഉള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളിലും കുർബാനക്രമങ്ങളിലും എല്ലാം അതിന്റെ എവിടെയെങ്കിലും ഇത് കാണുമായിരുന്നു. ഒരു മനുഷ്യന്റെ അവസാന കാര്യങ്ങൾ 4 അതും ഇത് തന്നെ: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഇത് രണ്ടും വളരെ ശരിയാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ പിതാക്കന്മാർ പഴയ നിയമ ദൈവവചനങ്ങളാൽ ഇത് ആ ജനത്തെ ഓർപ്പിച്ചു നടത്തിക്കൊണ്ടിരുന്നു. പുതിയ നിയമത്തിലെ ദൈവദാസന്മാര് പുതിയ നിയമവചനത്താൽ പുതിയ നിയമ കാലഘട്ടത്തിലെ ആളുകളെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് രണ്ടിന്റെയും പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭയിലെ ആദ്യകാല പിതാക്കന്മാര് അതാത് സഭാവിശ്വാസികളെ ഇത് ഓർമ്മിച്ച് ഉണർത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഞാൻ പറയുന്നതിന്റെ കാരണം. ഇതിനകത്ത് ഒരു പൊരുത്തക്കേട് ഈ ലോകത്തിലെ ആരാ ശരീരത്തെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും മനസ്സിനെ ചികിത്സിക്കുന്ന മാനസിക രോഗ മാനസിക മനോരോഗ വിദഗ്ധർ, മനോരോഗ ചികിത്സാ വിദഗ്ധർ. അപ്പോ ഇവര് 2 കൂട്ടരും ഈ 4 കാര്യങ്ങൾ ഓർക്കാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലര് മാനസികമായി ഭാരപ്പെടുന്നത് ഈ 4 കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഏത് മരണം, ന്യായവിധി, സ്വർഗം, നരകം, നിരാശ വരുന്നത്, ഭയം വരുന്നത്, അതുപോലെ മറ്റ് ഒരു പിടി വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇത് ഓർത്തുകൊണ്ടിരുന്നിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടും അങ്ങനെയുള്ള വിഷയങ്ങൾ ഓർക്കാതെ മറ്റേതെങ്കിലും വിഷയം ഓർത്തിട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയും, നിങ്ങൾ ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊടുക്കും. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ ഒരു മനുഷ്യന്റെ മനസ്സിനെ ചികിത്സിക്കുന്നവരായാലും ശരീരത്തെ ചികിത്സിക്കുന്നവരായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കേണ്ട, അത് അബദ്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാറാ പതിവ്. ഇപ്പോൾ അത് സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ദൈവം അതിന് സമ്മതിക്കുന്നില്ല. മനഃശാസ്ത്ര പ്രകാരമായിരിക്കും അവർ പറയുന്നത്. ദൈവം പറയുന്നത് ജീവന്റെയും മരണത്തിന്റെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും എല്ലാം അവസാനത്തെ അധികാരി ആയതുകൊണ്ടാണ് ദൈവം ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? പാപകരങ്ങളായ ചിന്തകൾ, വികാരങ്ങൾ, ആലോചനകൾ, പ്രവർത്തനങ്ങൾ, ജീവിതങ്ങൾ ഉണ്ടാകാതെ ഈ ചിന്ത അവനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നേരായ മാർഗത്തിൽ വഴി നടത്തിക്കൊള്ളാൻ ഇടയാകും എന്നുള്ള ദൈവിക ബോധത്താലാണ് അവര് ഇത് ഓർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിനക്കൊരു മരണമുണ്ട്, അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിനക്കൊരു വലുത് ഭയങ്കരമായ ന്യായവിധിയുണ്ട്, അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിശ്ചയമായും ഏത് മനുഷ്യനായാലും ഒന്നുകിൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിലായിരിക്കും. രണ്ടിലൊന്ന് തീർച്ചയാണ് എന്ന് പറയുമ്പോൾ ആ ചിന്ത തുടങ്ങുമ്പോഴേ തന്നെ ആത്മാർത്ഥമായി ചിന്തിക്കുന്നുവെങ്കിൽ അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാപകരങ്ങളായ വിഷയങ്ങളിൽ നിന്ന്, അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാപകരങ്ങളായ വിഷയങ്ങളിൽ നിന്ന്, അപ്പോൾ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പാപകരങ്ങളായ വിഷയങ്ങളിൽ നിന്ന്, അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാപപ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്ന് പുറകോട്ട് വലിയാനായിട്ട് ഈ ചിന്ത ഇടയാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതെപ്പോഴും ചിന്തിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭാപിതാക്കന്മാർ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ശരിയായ ദൈവമക്കളും പരിശുദ്ധാത്മാവ് അകത്തുള്ളവർക്കും ഇതൊരു വിഷയമല്ലാത്തതിനാൽ അവരിത് ഓർത്ത് അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും അവരുടെ ദൈവബന്ധത്തെ അരകിട്ട് ഉറപ്പിക്കുകയും അവരുടെ ഭാവി പ്രത്യാശ പുതുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വാക്യം ഇട്ടുകൊണ്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2 രാജ 20:1. അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും
മതി. പിന്നീട് അതിനെ തുടർന്ന് ഒരുപിടി കാര്യങ്ങൾ അധ്യായത്തിലുണ്ട്. ഇതേ കാര്യം തന്നെ യെശയ്യാ 38:1 അതും കൂടെ ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. രണ്ടും ഒരേ ചരിത്രമാണ് പറയുന്നത്. ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിനോട് ദൈവം തന്റെ ആലോചന അറിയിക്കുവാൻ യെശയ്യാ പ്രവാചകനെ വിട്ട് പറഞ്ഞു. ഈ ആലോചന എന്താണെന്നറിയാമോ? നീ പെട്ടെന്ന് മരിച്ചു പോകും, അതുകൊണ്ട് നിന്റെ ഗൃഹകാര്യങ്ങളൊക്കെയും എത്രയും വേഗം ശരിപ്പെടുത്തിക്കൊള്ളുക, നീ ജീവിക്കത്തില്ല, നീ ശേഷിക്കില്ലെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു. നിന്റെ രോഗം, മരിക്കത്തക്ക രോഗം നിനക്ക് വരും, നീ രോഗത്താൽ മരിക്കും, നീ സുഖപ്പെടുകയില്ല എന്നും ഇങ്ങനെ പറഞ്ഞു. ദൈവമാണ് തന്റെ ദാസനായിരിക്കുന്ന പ്രവാചകനിലൂടെ ഈ രാജാവിനോട് അത് പറയുന്നത്. വിഷയം എന്ത് തന്നെയാണ്? നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മരണകാര്യം തന്നെയാണ്. അപ്പോൾ ഒരു രോഗം ബാധിച്ച് മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോ മരണം എല്ലാവർക്കും ഉണ്ടല്ലോ, രാജാവിന് മാത്രമല്ലല്ലോ. ആ രാജാവിനോട് വ്യക്തിപരമായ നിലയിൽ ദൈവം തന്റെ അരുളപ്പാട് പ്രവാചകനിലൂടെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത്, ഏത് മനുഷ്യനും മരണമുണ്ട്. ഏതെങ്കിലും ഒരു വിധത്തിൽ മരണസമയത്ത് മരിച്ചു പോകും. രോഗത്തെ കുറിച്ച് ദൈവ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ടതാണ്. അതിപ്പോഴത്തെ വിഷയമല്ല. പല കാരണത്താൽ മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ കാരണം പാപത്തിന്റെ ഫലമാണ്. പാപം തന്നെ സാത്താനാൽ വന്നതാണ്. അപ്പോൾ സാത്താന്റെ പ്രവർത്തന ഫലമായി ചില രോഗങ്ങൾ ഉണ്ടാകും. രോഗത്തിനൊക്കെ പൈശാചിക രോഗങ്ങളെന്നോ എന്താ പറയുന്നത്, മാനുഷികമായ രോഗങ്ങളെന്നോ പിന്നെ ഈ ഇവരൊക്കെ പറയുന്ന പോലെ മാനസിക രോഗങ്ങളെന്നോ ശരീരത്തിന്റെ രോഗങ്ങളെന്നോ ഇങ്ങനെയൊക്കെ തിരിച്ചു പറയാമെങ്കിലും മൊത്തം രോഗം എല്ലാത്തിനെയും ബാധിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ സാത്താന്റെ പ്രവർത്തന ഫലമായിട്ട് ചിലർക്ക് രോഗങ്ങൾ ഉണ്ടാകും. അതിന് സാത്താന്റെ രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിലുള്ള പദപ്രയോഗങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാപത്താൽ ചിലർക്ക് രോഗമുണ്ടാകാം. ആരംഭം മുതൽ ഇങ്ങനെയാണ് വന്നത്. ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും രോഗവും എല്ലാം മനുഷ്യരിൽ ഉണ്ടായി അത് വാണിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോ ചില രോഗങ്ങൾ സാത്താനാൽ ഉണ്ടാകും, ചില രോഗങ്ങൾ പാപത്താൽ ഉണ്ടാകും, ചില രോഗങ്ങൾ ദൈവത്തിന്റെ നാമം ആ വ്യക്തിയിലൂടെ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം അറിഞ്ഞ് അനുവദിച്ച് അങ്ങ് കൊടുക്കുന്ന രോഗങ്ങളുണ്ടാകും. ചില രോഗങ്ങൾ മനുഷ്യന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം വയ്ക്കും, ചില രോഗങ്ങൾ സൃഷ്ടിപ്പിനാലുള്ള ദേഹത്തിന്റെയും ദേഹിയുടെയും ആത്മാവിന്റെയും ഘടനയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ, പ്രത്യേകിച്ച് ശരീരഘടനയ്ക്ക് എന്തെങ്കിലും കാര്യത്താൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ അത് രോഗമുണ്ടാകും. എന്താ? യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ അധികം ആളുകൾക്ക് വരുന്നത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. എന്നോട് ചില ഡോക്ടർമാർ പറഞ്ഞത് സ്ത്രീകൾക്ക് അധികം വരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതൊരു അവർ പറയുന്ന കാരണം വർഷകാലത്തേതിനേക്കാൾ ധാരാളം വെള്ളം വേനൽക്കാലത്ത് മനുഷ്യൻ കുടിക്കണം. ദാഹത്തിന് കുടിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ദാഹിക്കുമ്പോൾ ദാഹം തീർക്കാൻ കുടിക്കുന്ന കാര്യമല്ല. അതേത് മനുഷ്യൻ ദാഹിക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടും, ദാഹം തീരും. അപ്പൊ ദാഹം തീരാനുള്ള വെള്ളം കുടിച്ചാൽ മാത്രം പോരാ. മലമൂത്ര വിസർജനാദികൾ അതിൻ്റെതായ ഓർഡറിൽ നമ്മുടെ ശരീരത്തിനുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ക്രമീകൃതമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ അതിനേറെ വെള്ളം കുടിക്കണം. ഇത് രണ്ടിനും അത് നല്ലതാണ്. അപ്പോ അങ്ങനെ കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ വർഷകാലത്തിലായാലും ദാഹം കുറയും. ആ കാലാവസ്ഥ കൊണ്ട് ദാഹത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇതും കൂടെ ഓർത്ത് വെള്ളം ധാരാളം കുടിക്കണം. ആ വെള്ളം കുടിയുടെ കുറവ് കൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. മറ്റു ചില കാരണത്താലും ഉണ്ടാകും. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ മൂത്രാശയങ്ങളിൽ അല്പം നീര്,
അല്പം വേദന, അല്പം പഴുപ്പ്, പിന്നെ മൂത്രത്തിലൂടെ ഈ പഴുപ്പ് പോകാൻ തുടങ്ങും. പിന്നെ ആ പഴുപ്പ് പോയി തീരുമ്പോൾ പിന്നെ രക്തമെടുക്കും, അല്പം രക്തം പോകാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഇത് എനിക്കും 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനും ആ കാലഘട്ടത്തിൽ ഡോക്ടറെ പോയി കാണുകയും ആശുപത്രിയിൽ ഒരാഴ്ച കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്, അപ്പൊ ആ രോഗത്തിന്റെ പേരെന്താ? ഞാനൊന്ന് പോയി കിടന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആണ്, ഇങ്ങനെ അവർ പറയുന്നത്. അതേ തുടർന്ന് അല്പം പനിയുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഒരു ഇതാണ് രോഗത്തിന്റെ പേര്. എന്നാൽ ആ രോഗത്തിന്റെ കാരണം അവർ പറഞ്ഞു തന്നത് വെള്ളക്കുടിയുടെ ഏക കുറവ് കൊണ്ട് മാത്രമാണ്. നമ്മള് ദീർഘയാത്രകൾ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ക്രമത്തിലധികമായി യൂറിൻ പാസ് ചെയ്യേണ്ട വരുമ്പോൾ നമ്മുടെ ദീർഘയാത്രകളിലും പ്രത്യേകിച്ച് ബസ്സുകളിലുമൊക്കെ അതിന് സാധ്യതയില്ലാത്തത് കൊണ്ട് നാം തന്നെ അത് ലിമിറ്റ് ചെയ്യും. അങ്ങനെ ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദീർഘയാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യതകളുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ പറയുന്ന രോഗം അതെന്താ? മനുഷ്യന്റെ ഘടനയിൽ തന്നെ അവര് കഴിക്കേണ്ടതായ ഭക്ഷണങ്ങൾ, കുടിക്കേണ്ടതായ പാനീയങ്ങൾ, ഇതിനെല്ലാം ഒരു ഓർഡർ ദൈവം വെച്ചിട്ടുണ്ട്. അത് തെറ്റുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്ന പോലെ ഒരുപിടി രോഗങ്ങൾ വരും. ഒരുപിടി രോഗങ്ങൾ വരിക തന്നെ ചെയ്യും. അപ്പോ അങ്ങനെ ദൈവം തമ്പുരാൻ സൃഷ്ടിയിൽ വച്ചിരിക്കുന്ന ഈ ഘടനയ്ക്ക് എതിരായി, ആവശ്യത്തിനെതിരായി മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അത് താളം തെറ്റിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കാരണത്താൽ ഒരുപിടി രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരുപിടി രോഗങ്ങളുണ്ട്? അപ്പൊ നോക്കിക്കേ. പിന്നെ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല, ഏതൊരു മനുഷ്യനും ജനനം പോലെ മരണമുണ്ടെന്നും മരണം പോലെ ന്യായവിധി ഉണ്ടെന്നും നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, സ്വർഗത്തിലോ നരകത്തിലോ പോകുമെന്നും. അതുകൊണ്ട് സകല മനുഷ്യർക്കുമുള്ള ഒരു പ്രതിഭാസമാണ് എന്ത്? മരണം എന്നുള്ളത്. ഈ മരണത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം, ഒരു മുഖാന്തരം ഉണ്ടാകണം. അതുകൊണ്ട് ചിലർക്ക് വരുന്ന രോഗം മരണത്തിന്റെ മുഖാന്തരമായിട്ട് ദൈവം അയച്ചു കൊടുക്കും. ഇപ്പൊ തന്നെ ഈ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഹിസ്കിയാ രാജാവ് മരിക്കുമെന്ന് ദൈവം പറഞ്ഞു വിട്ടപ്പോൾ അതിന്റെ മുഖാന്തരം എന്താ? ഒരു ആക്സിഡന്റിൽ കൂടിയാണോ? അല്ല. നിനക്കൊരു രോഗം വരുമ്പോൾ കാഠിന്യമാകും. ആ രോഗം മൂർത്തിച്ച് നീ അങ്ങ് മരിക്കും, രോഗം സുഖപ്പെടില്ല, നീ ശേഷിക്കുമെന്നായി പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ രോഗം മരണവാഹനമായി വരുന്ന രോഗം. മരണവാഹനമായി വരുന്ന രോഗം. ഞാൻ എന്തിനാ ഇത്ര പറഞ്ഞെന്നറിയാവോ? മരണം ആ വിഷയമെങ്കിലും രോഗത്തിന്റെ ഈ കാര്യങ്ങൾ ബൈബിളിലെ വിഷയങ്ങൾ കൊണ്ട്, വാക്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിരുന്നാൽ ഒരുപടി ചിന്താകുഴപ്പം നമുക്ക് മാറിക്കിട്ടും. ചിലപ്പോൾ എന്തോരം പ്രാർത്ഥിച്ചാലും, ആരെല്ലാം പ്രാർത്ഥിച്ചാലും രോഗത്തിന് എന്തുണ്ടാകത്തില്ല, കുറവുണ്ടാകത്തില്ല, അത് മരിച്ചു പോകും. അത് എന്തിനായിട്ടുള്ളതാ? മരിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു വിടുന്നതാണെങ്കിൽ മരിച്ചേ പോകത്തുള്ളൂ. മരിച്ചേ പോകത്തുള്ളൂ. ഇവിടെ ഇതിനൊരു എതിരുണ്ട്. ഇത് കേട്ടപ്പോളെ കിടക്കയിൽ ഭിത്തിയോട് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ഹിസ്കിയാ രാജാവിനെ കരയാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലെ സകല തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് തിരിച്ച് ആയുസ്സിന് വേണ്ടി കരയാനായിട്ട് തുടങ്ങി. ദൈവം അവന്റെ കരച്ചിലില് തൽക്കാലം മരിക്കണ്ടായെന്നും അത്തിപ്പഴക്കെട്ട് കൊണ്ടുവന്ന് ഒക്കെ വെച്ചു എന്നൊക്കെ പറയുകയും അങ്ങനെ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിലും അത് അപൂർവ കാര്യങ്ങളാണ്. ദൈവം ഇങ്ങനെ ഒരാളോട് നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, അത് മാറ്റണമെങ്കിൽ അത് അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങളാൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ ദൈവമക്കളായാലും അല്ലാത്തവരായാലും മരണത്തിന്റെ മുഖാന്തരങ്ങളിലൂടെ, അല്ല, രോഗമാകുന്ന മുഖാന്തരങ്ങളിലൂടെ, അപകടങ്ങളാകുന്ന മുഖാന്തരങ്ങളിലൂടെ, ഏതെങ്കിലും മരണ മുഖാന്തരങ്ങളിലൂടെ മരിക്കാനായി ദൈവം അനുവദിച്ച് വിടുന്നു എങ്കിൽ ആ മരണം പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്ന ഒന്നല്ല, അങ്ങ് മരിച്ചു പോകും. പൈശാചികമായ ബാധകളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പൈശാചികന്റെ പ്രവൃത്തിയെ ബന്ധിച്ച് അവന്റെ ആത്മാവിനെ, രോഗാത്മാവിനെ അവനെ അതിൽ നിന്ന് മാറ്റിവിടുമ്പോൾ അവിടെ പെട്ടെന്ന് സൗഖ്യം വരും. അതിന് കൃപാവര ശുശ്രൂഷക്കാര്, ഭൂതശാന്തി വനക്കാര്, രോഗശാന്തി വനക്കാര് വളരെ സഹായം ചെയ്യും. അതുപോലെ തന്നെ ഈ നൈസർഗികമായ ജീവിത ക്രമീകരണങ്ങൾ തെറ്റിച്ച് മനുഷ്യ ശരീരത്തിന്റെ ഘടന തെറ്റുമ്പോൾ അതൊരു ഡോക്ടർക്കറിയാം. ഇപ്പോൾ വെള്ളം കുടിക്കണോ, ഭക്ഷണം കഴിക്കണോ, അത് കൂട്ടണോ കുറയ്ക്കണോ, ഉപ്പ് കുറയ്ക്കണോ കൂട്ടണോ, പ്രമേഹത്തിന് മധുരങ്ങൾ ഒഴിവാക്കണം, അതിന് ഏതെല്ലാം മരുന്നുകൾ കഴിക്കണം, എന്തൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ നല്ലതാണ് ചീത്തയാണെന്നൊക്കെ ഇവർ നിർദ്ദേശിക്കുന്ന പോലെ ചെയ്താൽ അത് അപ്രകാരം തന്നെ വളരെ വേഗം പെട്ടെന്ന് കുറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആകും. ദൈവം തമ്പുരാൻ അതിലൂടെയല്ല നമ്മെ വിളിക്കാൻ
ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപിടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരുന്നാൽ എവിടെയാണ് ഈ സൗഖ്യം വരുന്നത്, എവിടെയാണ് സൗഖ്യം വരാതിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് പറ്റും. ഈ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് മരിച്ചാൽ അതേക്കുറിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയും, അതേ ശരിക്കും അനുഭവിക്കണം, ശരിക്കും പാവങ്ങൾ ഏറ്റു പറയണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലൊക്കെ ഏറ്റെടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും, എൻ്റെ കുറ്റമല്ല എന്ന് പറഞ്ഞു പോകും. ഇതൊന്നുമല്ല അതിൻ്റെ കാര്യം. ഈ മാർഗങ്ങളിലൂടെ എല്ലാം രോഗങ്ങൾ വരികയും അത് മരണം സംഭവിക്കുകയും ചെയ്യും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ, ക്രിസ്ത്യാനിയാകട്ടെ അക്രൈസ്തവരാകട്ടെ, ഇതിൽ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകട്ടെ, ഈ മനുഷ്യർക്ക് വരുന്ന മരണമുഖാന്തരങ്ങൾ വരികയില്ല, ഒന്നും എനിക്ക് വരികയില്ല എന്ന് വിചാരിക്കുന്നത് അബദ്ധമായിട്ടാണ് കാണുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വരുന്ന മരണമുഖാന്തരങ്ങൾ തന്നെ നമുക്കും വരാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇത് ദൈവമക്കൾക്ക് അധികം വരാൻ സാധ്യതയാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടി തുടങ്ങും. എന്നറിയാവോ, മരിക്കാനായിട്ട് ഭയമില്ലാത്ത പാർട്ടി ആരാ വചനത്തിൽ? ആർക്കാ? ദൈവമക്കൾക്കാ. അങ്ങനെ നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും ഒരു വെപ്പ് അങ്ങനെയാണ്. ഒരു ദൈവമക്കൾക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്, യേശു അകത്തുള്ളവർക്ക്, പരിശുദ്ധാത്മാവ് അകത്തുള്ളവർക്ക്, ദൈവമക്കളെന്ന് സാക്ഷ്യം പറഞ്ഞവർക്ക്, മരണം, എന്നാ മരണം, എന്തുകൊണ്ട് മരണം, എവിടുത്തെ മരണം, പ്രമാണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര പേടിയുള്ളവനായിരുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യം. അതുകൊണ്ട് സന്ധ്യയാകുമ്പോഴേക്ക് എനിക്ക് നടക്കാൻ വലിയ പേടിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ ഒരു സന്ധ്യാസമയത്ത് തൊട്ടടുത്ത ഒരു കടയിലേക്ക് എന്തോ സാധനം വാങ്ങാൻ അപ്പൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. പോകാൻ തന്നെ ഇത് തന്നെ പോകാൻ ചോദിച്ചു. പോവില്ല എന്ന് പറയാൻ എൻ്റെ ഒരു അഭിമാനം കേട്. 14 വയസ്സുമായി. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ, പേടി എടുത്തിട്ട് ഞാൻ ഒച്ച എടുത്തുകൊണ്ട് പോകും. എൻ്റെ അകത്ത് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞാൻ അച്ഛൻ, ആരാണ് അവിടെ ഇരിക്കുന്നത്, ഏത് പിശാചാണ് ഇവിടെ ഇരിക്കുന്നത്, ആരാണ് അതിലെ വന്നത്, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ ഇതൊക്കെ വിളിച്ചു വന്ന് ഭയങ്കര ഒച്ചല്ല ഇതും പറഞ്ഞു പോകണം. ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അത് മൃഗോ മനുഷ്യനോ ഉണ്ടെങ്കിൽ മാറിപ്പോണം. അതാ എന്റെ പറച്ചിലെന്നതാ, ഒരു പേടിയില്ല ഭയങ്കര. അതേപോലും നമ്മൾ പറയാറില്ല, പഞ്ഞി കാണിച്ചാൽ മതി തീ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ളത്തിൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ ഇറങ്ങുന്ന അവസരത്തില് കൊടി കുരുമുളക് ചെടി കയറി കിടന്ന ഒരു മാട്ടയില് കുത്തുകലെന്ന് ഇറങ്ങുമ്പോൾ ഒരു വലിയ പന്നിയെ അതിൻ്റെ അകത്തുനിന്ന് ഏറച്ച പൊളിച്ച് ഒരു മോളിൽ നരകമായിട്ട് പുറത്തുനിന്നൊരു ചാട്ടം. ഞാൻ അവിടെ കിടന്ന് പേടിച്ച് വിറച്ച് അയ്യോ പാവയെന്നും നുല വിളിച്ച് കടയിലെ ആളുകൾ ഓടി വന്ന്, വീട്ടിൽ നിന്ന് അവരെല്ലാം ഓടി വന്ന് ഇടയ്ക്ക് ഒരു അടികൾ എല്ലാം പേടി കൊട്ടിയിരുന്നു. അങ്ങനെ ഒരു പേടി ഞാൻ പേടിച്ചു. അത് ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്തിൽ. ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് 64 വയസ്സായിരിക്കും അതിൻ്റെ ഒരു ചെറിയ റിയാക്ഷനാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ഞാൻ അറിയാതെ ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്ന, പിന്നെ എനിക്ക് പേടിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയാതെ തന്നെ അന്നത്തെ പേടികളെ ഇതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ വലിയ വീരവാദം പറഞ്ഞത് പുറമെ മനുഷ്യർക്ക് എത്തിക്കാൻ പറഞ്ഞാലും പേടിച്ചിട്ട് അകത്ത് പനി വെച്ചാൽ സൈസുകളുള്ള ദൈവമക്കളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്രിസ്ത്യാനികൾക്ക് മരിക്കാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലാത്തവരുണ്ട്, കൂട്ടായ്മക്കാരൻ രക്ഷിക്കപ്പെട്ടവരാണ്. മാത്രം നമ്മളെ പോലെയുള്ള പാർട്ടികൾക്ക് പിന്നെ മരിക്കാൻ പേടിയേ ഇല്ലല്ലോ. അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതും അതുകൊണ്ടാണ്. മരിക്കാനായിട്ട് പേടിയില്ലാത്തവരാണ്. അപ്പോൾ ദൈവവും ഇങ്ങനെയുള്ള ആളുകൾക്ക് മരണത്തിന്റെ എല്ലാ മുഖാന്തരം കൊടുക്കും. കാരണം ഏത് മുഖാന്തരത്തിലൂടെ മരിച്ചാലും മരണത്തിന് പേടിയുണ്ടോ? ഇല്ല. മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ആരാ? അല്ലെങ്കിൽ അതാരാന്ന് ചോദിക്കേണ്ട, ഒരുങ്ങിയിരിക്കേണ്ട പാർട്ടി ആരാ? നമ്മളല്ലേ. അതുകൊണ്ട് എല്ലാ മുഖാന്തരങ്ങളും നമുക്ക് വരാൻ അസാധ്യത. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗം കണ്ടു തുടങ്ങി കേട്ടു തുടങ്ങിയ കാലത്ത് ഞാൻ വിചാരിച്ചു, അന്ന് എല്ലാവരും പറഞ്ഞു ഇത് ഈ ദുഷ്ടമാർഗമായ രോഗം, ഒരൊറ്റ ദൈവപൈതലിനും ഇത് വരൂലാന്ന് ഞാൻ ഓർത്തതാ. ഒരു ദൈവപൈതലിനും വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങിയുള്ള കാലം
കേട്ടിട്ടില്ല. ഞാൻ ഒരു ദൈവപൈതലിന് ആദ്യ അറ്റാക്ക് വന്നത് ഞാൻ അറിഞ്ഞത് ആരാന്നറിയാമോ? നിങ്ങളിൽ ഒത്തിരി പേര് അറിയുന്നുണ്ട്. CC മാത്തൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. കുന്നംകുളക്കാരനാണ്. ആലുവായിൽ ചെമ്പ് വ്യാപാരം തുടങ്ങിയതാണ്. ദീർഘനാളുകൾ കൊണ്ട് അദ്ദേഹം അത് ആ ബിസിനസ്സിൽ വളരുകയും യാക്കോബായക്കാരനാണ്, വളരുകയും നല്ല ഒരു കൂട്ടായ്മക്കാരനോട് ദൈവദാസനുമായിട്ട് കൺവെൻഷനൊക്കെ ആ കാലത്ത് പ്രസംഗിച്ചിരുന്നതാണ്. എനിക്ക് നല്ല പരിചയം ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ കിടന്നു. ചികിത്സിച്ച് ഒരാഴ്ചയോളം കിടന്ന് ചികിത്സിച്ച് ഭേദമായി ഡിസ്ചാർജ് ചെയ്തു. രാവിലെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തു. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും പോകാനായിട്ട് എല്ലാം കെട്ടിപ്പറിക്ക് വണ്ടി വരാൻ നോക്കിയിരിക്കുമ്പോൾ ഒരു ചെറിയ അറ്റാക്ക്. അതോടുകൂടി അദ്ദേഹം മരിച്ചു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം നടന്നത്. അപ്പോഴാണ് ദൈവമക്കൾക്ക് ഇത് വരുമെന്നുള്ള ഒരു ഓർമ്മ, വലിയ ചിന്താകുഴപ്പമായി പോയി. പിന്നീട് അതേക്കുറിച്ച് വന്നു. പിന്നീട് തുടരെ വരുമല്ലേ. ഇപ്പൊ ആരെന്താക്കെന്ന് പറഞ്ഞാൽ ജലദോഷം വന്നങ്ങനൊക്കെ. അപ്പോ എല്ലാവർക്കും കാലാവസ്ഥയുടെ പ്രതികൂലതയോട് ജലദോഷം വരുന്നതാണ് കാര്യം. എന്ത് വരുന്നത് അറ്റാക്ക് സർവ്വസാധാരണമായി പോയി. ഇത് എത്രയോ വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ്. പിന്നീട് പറയാൻ തുടങ്ങി. പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഒരു ദൈവ പൈതലിന് പെട്ടെന്ന് മരണത്താൽ ദൈവത്തിനെ എടുക്കാനായിട്ട് ഇപ്പൊ ഏറ്റവും നല്ല ഒരു മുഖാന്തരം ഏതാ? രോഗത്തിൽ അറ്റാക്കാണ്. കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീഴുവല്ലേ. നിലത്ത് വീഴുന്നതിന് മുമ്പ് തീയുക, കാറ്റ് പോവുക. അപ്പോ പെട്ടെന്ന് അറ്റാക്ക് തന്നെ വേദനയുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടല്ലോ. വേദന ഇല്ലാത്തതാണെങ്കിൽ അത് വേറൊരു തരത്തിൽ അപകടകരമാണ്. എങ്കിലും നമ്മളൊന്നും അറിയുന്നുമില്ല. അർദ്ധരാത്രിക്കൊക്കെ ആണെങ്കിലും വേദനയുള്ളതാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഏറ്റവും വെച്ചെടുക്കുകയോ ആരെങ്കിലുമൊക്കെ വിളിക്കുകയോ ചെയ്യും. നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേദനയില്ലാത്ത അറ്റാക്ക് കൂടി ആണെങ്കിൽ ആ ആൾ പോലും അറിയത്തില്ല, ഉറക്കത്തിൽ മരിച്ചു പോകും. ഇടമുറിക്ക് ജോസഫ് മരിച്ചത് അറ്റാക്കാണ്. അദ്ദേഹം തന്നെ വീട്ടിൽ കിടന്നുറങ്ങി. രാത്രി എപ്പോഴാണ് മരിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല, ആർക്കും അറിയത്തില്ല. വേദനയുള്ളതായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്രകാരമുള്ളതായിരിക്കുന്ന ഈ രോഗത്തിന്റെ കാരണങ്ങളെ വചനപരമായി നമ്മൾ മനസ്സിലാക്കിയാൽ ഈ രോഗം ഭേദമാകുന്നതിനും ആകാത്തതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇത് മാറ്റി പറഞ്ഞാലോ, പൈശാചിക രോഗബാധകൾക്ക് മരുന്ന് കഴിച്ചാൽ നല്ല വിശേഷമുണ്ടോ? ഇന്നലെ ദൈവദാസൻ ചോദിച്ചു, ഇരുമ്പൊലൊക്കെ വിളിക്കാൻ ചുക്കുകഷായം കുടിച്ചാൽ പോവാച്ചാന്ന് ചോദിച്ച പോലെ പോവില്ലാന്ന് ഞാനും പറഞ്ഞു. ഇരുമ്പൊലൊക്കെ വിളിക്കാൻ കഴിച്ച് ചുക്കുമുളക് എന്ത് കുടിച്ചാൽ തിരിച്ചു പോവോ? ഒരു പണക്കിന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ആശയം എന്തോ ഉണ്ട്. അപ്പോ അതങ്ങനെ പോകത്തില്ല. അപ്പൊ ഇത് തിരിക്കാതെ മാറി ഇരുന്നാൽ ശാരീരിക രോഗത്തിന് മാനസിക രോഗത്തിന് ശാരീരിക രോഗത്തിന് രണ്ടും പരസ്പരം ബാധിക്കുമെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്രകാരമുള്ള കാരണത്താൽ രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപൂർവം ഇത് മാത്രമേ ഹിസ്കിയാവിനെ പോലെ ദൈവം ഒരു മാറ്റം കൊടുത്തിട്ടുള്ളൂ. എന്നാലും പിന്നെ എന്ത് ചെയ്തു? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തു? അങ്ങ് മരിച്ചുപോയി. ഞാൻ ഈയിട്ട ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് പറഞ്ഞത്, ആ ഹിസ്കിയാവ് അങ്ങനെ കരഞ്ഞ്, ഞാൻ പറയാൻ വന്ന കാര്യമല്ല സഹോദരങ്ങളെ, ആ ഹിസ്കിയാവ് അങ്ങനെ കരഞ്ഞ് ആയുസ് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ശരി, നമുക്ക് എല്ലാവർക്കും എന്ത് വന്നാലും നമുക്ക് വേണ്ടി, നമ്മുടെ സ്വന്തപ്പെട്ടവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് ആയുസ് നീട്ടാമെങ്കിൽ നമ്മൾ നീട്ടും. ദാവീദ് എന്നാ ചെയ്ത്? ഇഷ്ടപ്പെട്ട ഭാര്യയായിരിക്കുന്ന ഊരിയാവിന്റെ ഭാര്യയായിരുന്ന ബത്ശബയിൽ ജനിച്ച ആദ്യത്തെ കൊച്ചിനെ ആര് ബാധിച്ചതാ? യഹോവ ബാധിച്ചതാ. യഹോവ ബാധിച്ച വലിയ പാടാ. പിശാച് ബാധിച്ചതല്ല, രോഗം ബാധിച്ചതുമല്ല. അവിടെ എഴുതിയിരിക്കുന്ന ആരാ? യഹോവ അവനെ ബാധിച്ചു. അതൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ദാവീദ് രാജാവ് തന്നെ എട്ടിലും വെണ്ണിയെല്ലാം കിടന്ന് കുഞ്ഞിന്റെ ജീവൻ, രോഗം ഭേദാകാനും കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനും വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കൊച്ചി അത് പോയി. അതല്ലേ സംഭവിച്ചത്? അതെ, ആ കൊച്ച് മരിച്ചപ്പോൾ എത്ര ദിവസം മരിച്ചത്? ഉണ്ടായിട്ട് 7-ാം ദിവസം മരിച്ചത് അല്ലേ? അങ്ങനെയല്ലേ? ബൈബിളിൽ അങ്ങനെയല്ലേ? എന്റെ ഓർമ്മക്കേടാണോ? അല്ല, 7-ാം ദിവസം മരിച്ചത്. ആ കുഞ്ഞ് മരിച്ചതിനെ ഏറ്റിട്ടില്ലായിരുന്നു. ആ കുഞ്ഞ് യഹൂദൻ എത്ര നാളാ മരിച്ചതിനെ ഏൽക്കുക? ആ കുഞ്ഞാണെങ്കിൽ 8-ാം ദിവസം അല്ലേ?